എത്രമാത്രം കുരുത്തക്കേട് വാങ്ങി മരിക്കുന്നവരുണ്ടെന്നറിയോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ആ ഉസ്താദ് കമ്മിറ്റിക്കാർ പറയും ഉസ്താദോട്, നാളെ ജുമാക്ക് ഖുതുബക്ക് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നാളെ വരും. അപ്പൊ ഈ ഉസ്താദ് പറയാ, എനിക്ക് ജുമാ വേണ്ട, ഞാനിവിടെ മൂലയിലിരിക്കാം, നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടൊരു യാത്ര ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അദബ് കുരുത്തം എന്നൊക്കെ പറഞ്ഞ 22 കൊല്ലം അവിടെ സേവനം ചെയ്ത ഗുരു പള്ളിയുടെ മൂലയിൽ, അകത്തെ പള്ളിയുടെ മൂലയിലിരിക്കുക. ഖുതുബ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടൊരു വാക്ക്, നമ്മുടെ പഴയ ഉസ്താദ് എന്നെങ്കിലും പറഞ്ഞിട്ടൊന്ന് വിളിച്ചൂടെ? വിളിച്ചില്ല. കാരണം ഉസ്താദിന് അനുവാദമല്ല അത്രേ. എന്നാ കമ്മിറ്റിക്കാർ വിളിച്ചോ? വിളിച്ചതുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഈ ഉസ്താദ് പറയാം, അവസാനം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നു, 1 മാസത്തോളമായി എൻ്റെ ഇടത് ഭാഗത്തൊരു ചോരക്കുരുണ്ട്, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദ്വാരയ്ക്ക് എല്ലാവരും കേട്ടാ. ആ ഉസ്താദ് ഒന്ന് കരഞ്ഞു. പക്ഷെ ആ കണ്ണുനീര് കാരണം ഈ വ്യക്തി പിന്നീട് അനുഭവിച്ചത് ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല. ഏതൊരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവട്ടെ, അതിൻ്റെ ഒരു വലിയ ആശയമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്. അതിൻ്റെ ഒരു മഹത്ത് എന്ന് പറയും, അറബിയിൽ ഉസ്താദുമാർക്കറിയാം. അതാണിന്ന് ബഹുമാനപ്പെട്ടവര് ഇവിടെ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. മാമിൻ വാരിൻ യലി റഇയ്യത്തൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിം ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്വം ഒരു കമ്മിറ്റി മെമ്പറാകാൻ അവസരം കിട്ടിയാലും അയാൾ മരിക്കുന്നു എങ്ങനെയാണ്? ഒരു വഞ്ചകനായിട്ട്, ചതിയനായിട്ട്. അക്കസലിരുന്നുള്ള മഹല്ലിൽ ഒരുപാട് കാര്യം ചെയ്യേണ്ടതുണ്ട്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുക, ഉസ്താദുമാരെ പിരിച്ചുവിടുക. ഇപ്പണി മാത്രമല്ല കമ്മിറ്റിക്കാർക്കുള്ളത്. ഇതല്ല ഈ കമ്മിറ്റി എന്നുള്ളത്. ഉദ്ഘാടനത്തിൽ കുറഞ്ഞ വാക്കുകളാണെങ്കിലും തങ്ങളപ്പ ചേർക്കൊണ്ടൊക്കെ ചേർത്തിട്ടുണ്ട്, ഉൾക്കൊള്ളിക്കൊണ്ടൊക്കെ ഉൾക്കൊള്ളിക്കും ചെയ്തു. ഒരു പിരിച്ചുവിടുക, ശമ്പളം കൊടുക്കുക, ഇതല്ല കമ്മിറ്റിക്കാരുടെ പണി. അവർ നിർവഹിച്ചില്ലെങ്കിലോ നിർവഹിച്ചാലോ നല്ല പദവി അള്ളാഹുർക്ക് കൊടുക്കും. നേരെ മറിച്ച് അവർ നിർവഹിച്ചില്ലെങ്കിലോ അവർ ഉപ്പ് തൊട്ട കലം പോലെയാകും. മഹാന്മാര് പഠിപ്പിക്കുന്ന കാണാം, ആ പ്രസിഡന്റ് സ്ഥാനം മറ്റൊക്കെ അള്ളാഹ് വേറെ ആളുകൾക്ക് കൊടുക്കും. ഈ വ്യക്തി ഉപ്പ് തൊട്ട കലം പോലെയാകും. ചെറിയ വാക്കുകളല്ലല്ലോ അത്. അതുകൊണ്ട് മഹല്ലിലെ പ്രിയപ്പെട്ട പ്രവർത്തകരും നേതാക്കളുമാണ് നിങ്ങൾ. അതും സാധാരണ മഹല്ലിന്റെ അല്ല. ഞാൻ തുറന്നു പറയുന്നു, താജുൽ ഉലമയുടെ മക്കളായ നിങ്ങൾ. താജുൽ ഉലമ കുറെ നേതൃത്വം നൽകി. എന്റെ പൊന്നുമകനോട് നിങ്ങൾ കളിക്കരുത്, എന്റെ മോനോട് നിങ്ങൾ കളിക്കരുത്. മഹാനായ കോയമ്പത്ത് സയ്യിദ് കോയമ്പത്ത് ഖുറത്തു സാദാത്ത് തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞത്. ഇന്നലെ ശൈഖിനോട് പറഞ്ഞു, എന്റെ ഇളയ മകനെ ഞാനിവിടെ നിയമിക്കുന്ന നിനക്ക് പകരം എന്റെ പിന്നിൽ എന്ന് ഞാൻ നേരിട്ട് കേട്ടു എന്ന് ശൈഖിനോടെന്ന് പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ, മഹാനായ സയ്യിദ് കോയമ്പത്തങ്ങൾ ഉപ്പാപ്പ പോയപ്പോഴാണ് അത് ഉസ്താദ് ഇന്നിപ്പോ പൊന്മുട ഉസ്താദും പറഞ്ഞു, ശൈഖിനെയും പറഞ്ഞു, പോയപ്പോഴാണ് ആരാണ് തിരിയുന്നത്. ചില്ലറക്കാരല്ല. അവിടുന്ന് എത്ര മല പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ 41 യാസീൻ ഉണ്ടല്ല, ആ യാസീൻ കൊണ്ട് എത്ര പാവങ്ങൾ ഇവിടെയല്ല കേരളത്തിന്റെ മുക്കും ഗൾഫ് നാടുകളിൽ നീറിപ്പുകഞ്ഞു നിൽക്കുന്ന പല ആളുകളും അവർ രക്ഷപ്പെടുത്തിയ രംഗങ്ങൾ കൂടുതൽ പറഞ്ഞ് ചൊല്ലിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ശൈലിയൊന്നല്ല. അതെന്തായാലും നിങ്ങള് താജുൽ ഉലമ ഉപ്പാപ്പയുടെ ആ ഹൃദയം തട്ടിയുള്ള കുരുത്തം അത് സമ്പാദിച്ചൊരു മുത്താണ് മഹാനവറുകൾ. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു, അവിടുത്തെ 100% കുരുത്തവും പൊരുത്തവും ലഭിച്ച അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമകൻ സയ്യിദ് മസ്ഊദ് തങ്ങൾ ചെറുപ്പക്കാരായ കുട്ടിയാണ്.
പക്ഷെ ആ ഒരു പൊരുത്തം കൊണ്ട് ഹിമ്മത്ത് വേണമല്ല എന്തിനും അള്ളാഹു വലിയ ഹിമ്മത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതേ രൂപത്തിൽ ആ തണലിലൂടെ വാപ്പയുടെ പൊരുത്തത്തോടുകൂടെ ഇന്ന് പലതും അള്ളാഹു ആ ചെറുപ്പക്കാരനായ അവിടുത്തെ പൊന്നുമോൻ നമ്മുടെ പ്രിയപ്പെട്ട അനുജന് ആഫിയത്ത് കൊടുക്കട്ടെ, ആയുസ് അല്ലാഹു നീട്ടി കൊടുക്കുമാറാവട്ടെ. വല്ലാത്തൊരു ഹിമ്മത്ത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് കൂടുതൽ പറയാൻ സഭയല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പൊ നിങ്ങളെ അവിടെയൊക്കെ ഇന്നലെ എന്നെ ചിന്തിപ്പിച്ചൊന്നും തരങ്ങള് ശൈഖൻ എങ്ങനെ കസലിരിക്കുമ്പോ വലതു ഭാഗത്ത് മസൂദങ്ങൾ ഇരിക്കുന്നു, ഇപ്പുറത്ത് അവിടുത്തെ അനുജൻ ശൈഖിന് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ മോൻ, ആ രണ്ട് കുട്ടികൾ ഒരു വാപ്പാന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന അതെന്നെ വേറെ നിലക്ക് പലതും ചിന്തിപ്പിച്ചു. നമ്മുടെ വാപ്പന്നെയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. ഒരു ഉപ്പാന്റെ അരികിൽ അങ്ങനെ രണ്ട് പേരക്കുട്ടികൾ ഇരിക്കുക, താജുൽ ഉലമയുടെ അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്ന പോലെ ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ കണ്ണിറഞ്ഞു പോയി. അതെന്തറിയോ, മനസ്സായിരുന്നു. ആ ഇരുത്തം നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. അതൊരു വല്ലാത്ത മനസ്സാണ്. മാത്രല്ല ആ മക്കളോടുള്ളൊരു മഹബത്ത്, മസ്ഊദ് തങ്ങളോട് കാണിക്കുന്ന ആ ഒരു മഹബത്ത് ഇന്നലെ ശൈഖുനെഴുതി ഞാൻ കണ്ടു. അതുപോലെ ഒന്ന് പൊന്മുള ഉസ്താദ് കാണിച്ച ഞാനൊക്കെ ഉസ്താദിന്റെ ചെറിയ കുട്ടികളാണ്, അവിടുത്തെ ശിഷ്യന്മാരുടെ ചെറിയൊരു കുട്ടിയാണ് ഞാനൊക്കെ. ആരാണ് മുഹീസുൻ ഉസ്താദൊക്കെ? ആ ഉസ്താദ് കാണിക്കുന്നതും മസ്ഊദ് തങ്ങളെ കൊണ്ട് ആ മക്കാമിൽ വെച്ചുകൊണ്ട് മോനെ ഒന്ന് മന്ത്രിച്ചരണം. എവിടെ ഇന്നിപ്പോ ചെയ്ത രംഗം ഞാനിങ്ങനെ ഓർത്തി ചില ഭാഗങ്ങളെ. ബഹുമാനപ്പെട്ട ശൈഖുന തലപ്പാവ് ഇങ്ങനെ പൊക്കിയിട്ട് മോനൊന്ന് മന്ത്രിച്ചേരണം. അപ്പൊ മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം. എനിക്ക് അവിടുത്തെ ആ ശൈലുണ്ടല്ലോ, എന്നാലും മന്ത്രിക്കണം മോനെ. അതൊരു ഖൽബിയായ ഒരു പറച്ചിലായിരുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ മഹല്ലിലുള്ള പ്രവർത്തകരായ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, താജുൽ ഉലമയുടെ മക്കൾ, ഖുർറത്തു സാദാത്ത് തങ്ങൾ പാപ്പയുടെ മക്കൾ, സുൽത്താനുൽ ഉലമയുടെ മക്കൾ, അവര് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഞങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മഹല്ലുകളിൽ ഈ മൂന്ന് മഹാന്മാരുടെയും ആ തണൽ ഖാലിയായിട്ടുള്ള ഒരു തണല് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആലോചിക്കേണ്ട, നമ്മൾ ജാട പറയല്ല. നിങ്ങൾ ആരാണെന്നുള്ളത് അൽഹംദുലില്ലാഹ് സിറാജ് ഭായി 3:30 നിർത്തരുത് പറഞ്ഞിട്ട് ഒരു എഴുത്തുന്നതാണ്, കുറച്ച് പറയാൻ. അത് ഞാൻ അല്പം കൂടി പറയും. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, മറ്റുള്ള ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കൽത്തർ ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു. കൽത്തർ ഉസ്താദ് പോയോന്ന്